ഒരു ജനതയുടെ ഭാഷാ പൈതൃകം സംരക്ഷിക്കുന്ന വ്യക്തിത്വം ശ്രീ നരേഷ് ചന്ദ്രദേവ് വർമ്മ, പത്മശ്രീ 2026. ഓർമ്മകളിൽ മാത്രം കഥ പേറിയിരുന്ന ത്രിപുരയുടെ ശാന്തമായ മലഞ്ചെരിവുകളിൽ എഴുത്തായി പിറവിയെടുക്കാൻ ഒരാൾ കാത്തിരുന്നു. വർഷങ്ങളോളം കോക്ക് ബൊറോക്ക് സംസാരിക്കപ്പെട്ടിരുന്നു, എന്നാൽ അത് എഴുതപ്പെട്ടിരുന്നില്ല. ഒരാൾ തന്റെ പേനയിലൂടെ ആ ഭാഷയ്ക്ക് അക്ഷരങ്ങൾ നൽകുന്നതുവരെ. 1944 ഒക്ടോബർ 31 ജനിച്ച നരേഷ് ചന്ദ്രദേവ് വർമ്മ ബംഗാളി പഠിച്ചാണ് വളർന്നത്. പക്ഷേ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. നമ്മുടെ സ്വന്തം ഭാഷയായ കോക്ക് ബൊറോക്ക് നമ്മൾ എഴുതിയില്ലെങ്കിൽ പിന്നെ ആരെഴുതാനാണ്? തുടക്കത്തിൽ കോക്ക് ബൊറോക്കിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നില്ല. 1960 ശേഷം മാത്രമാണ് അതിനെ ആളുകൾ ഗൗരവത്തോടെ ഒരു ഭാഷയായി ചിന്തിക്കാൻ തുടങ്ങിയത്. ദൗലത്ത് അഹമ്മദ് രചിച്ച കോക്ക് ബൊറോമ എന്ന കോക്ക് ബൊറോക്ക് വ്യാകരണ ഗ്രന്ഥം അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. കൂടാതെ കോക്ക് ബൊറോക്ക് സാഹിത്യകാരനായ സുധൻവ ദേബർമ രാമായണം കോക്ക് ബൊറോക്കിലേക്ക് വിവർത്തനം ചെയ്ത ഡോക്ടർ പ്രഭാസ് ചന്ദ്രധർ ഇവരൊക്കെയും അദ്ദേഹത്തിന്റെ യാത്രയിൽ പ്രചോദനമായി. ആകാശവാണിയിലെ കോക്ക് ബൊറോക്ക് പരിപാടികൾ അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരനാകാനുള്ള പ്രചോദനമായി. 1970 അദ്ദേഹം എഴുത്താരംഭിച്ചത് ബംഗാളിയിലായിരുന്നു. എന്നാൽ 1980 അദ്ദേഹം കോക്ക് ബൊറോക്കിൽ എഴുതാൻ തുടങ്ങി. എഴുതി തുടങ്ങാൻ അത് സാഹിത്യമൊന്നുമല്ലായിരുന്നു, അടിത്തറയെന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ അടിത്തറയായി മാറി. 50-ലേറെ വർഷങ്ങൾ, 34 പുസ്തകങ്ങൾ, അനവധി ഗവേഷണങ്ങളും രചനകളും, ശബ്ദങ്ങളിൽ ഒതുങ്ങിയിരുന്ന ഒരു ഭാഷയെ അദ്ദേഹം അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഉയർത്തി. കോക്ക് ബൊറോക്ക് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. സ്കൂളുകളിൽ, കോളേജുകളിൽ, ഗവേഷണങ്ങളിൽ. അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്താണ്. പുതുതലമുറ ഇന്ന് കോക്ക് ബൊറോക്കിനെ ആവേശത്തോടെ സ്വീകരിക്കുന്നു. കൂടുതൽ അധ്യാപകരും ഇന്ന് ഈ ഭാഷ പഠിപ്പിക്കാൻ മുന്നോട്ട് വരുന്നു. ദശാബ്ദങ്ങളായുള്ള സമർപ്പണത്തിന് രാജ്യം പലവട്ടം ആദരവ് നൽകി. ഇന്ന് ഈ യാത്ര പത്മശ്രീയിൽ എത്തി നിൽക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പേരെടുക്കുക എന്നതായിരുന്നില്ല. എനിക്ക് കൃതജ്ഞതയുണ്ട്, പക്ഷേ ഈ പുരസ്കാരം എനിക്കുള്ളത് മാത്രമല്ല, കോക്ക് ബൊറോക്ക് സംസാരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ന് വിരമിച്ച ശേഷവും അദ്ദേഹം എഴുതിയും വഴികാട്ടിയായും സംരക്ഷിച്ചും മുന്നോട്ട് നീങ്ങുന്നു. കോക്ക് ബൊറോക്ക് സ്നേഹികൾക്കായുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ലളിതവും ശക്തവുമാണ്. ഭാഷ സംസാരിക്കുക, ഉപയോഗിക്കുക, എന്നാൽ സജീവമായി നിലനിർത്തുക. മൃതപ്രായമായിരുന്ന ഒരു ഭാഷ തന്റെ രക്ഷകനെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ തൂലിക കോക്ക് ബൊറോക്കിന് പുതുജീവനേകി. കോക്ക് ബൊറോക്ക് ഗാംഭീര്യത്തോടെ തിരികെ എത്തുകയാണ്. എന്നേക്കുമായി സുന്ദര ലിപികളാൽ അതിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമത്തിനൊപ്പം ശ്രീ നരേഷ് ചന്ദ്രദേവ് വർമ്മ, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.